ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി വീട് വിട്ട് ഇറങ്ങിപ്പോയി ശ്യാമിൻ്റെ കാറിൽ ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ ശ്യാമാണെന്നുണ്ടെങ്കിൽ പരമാവധി അശ്വിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ശ്രുതിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാൻ അതുപോലെയല്ല. നിങ്ങൾ മേലിൽ ഈ വക വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ പിന്നിൽ കൂടെ വരണ്ട, ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഈ കാറിൽ നിന്ന് ഇറങ്ങിട്ടായി. ശ്രുതി ഇറങ്ങല്ലേ, ശ്രുതി പോകല്ലേ, ശ്രുതി എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. പക്ഷേ ശ്രുതി അത് കേൾക്കാതെ ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഒരു ഓട്ടോ പിടിക്കാൻ ഓട്ടോയിലാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഇതേ സമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ശ്രുതിനെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. അവസാനം അശ്വിൻ ഇങ്ങനെ നമ്മളെ രാമേട്ടനെ വിളിക്കുകയാണ്. എന്നിട്ട് രാമേട്ടനോട് ചോദിക്കുന്നുണ്ട് ശ്രുതി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട് ശ്രുതി മോള് കാലത്ത് തന്നെ പോയല്ലോ എന്ന് ചോദിക്കുകയാണ്. കാലത്താ എങ്ങോട്ടാണ് പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാമേട്ടൻ പറയും അതറിയില്ല, വീട്ടിലേക്ക് പോയതാണെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറയും കേട്ടോ. അതേസമയം അശ്വിൻ്റെ അടുത്തേക്ക് മുത്തശ്ശിയും അഞ്ജലിയും അതുപോലെ മനോരമയും കൂടെ വരുന്നുണ്ട് കേട്ടോ. മനോരമയും മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതിനോട്, നീ എന്തിനാണ് വീട്ടിൽ പോകാൻ പറഞ്ഞേ എന്ന് ചോദിക്കും. വീട്ടിലേക്കോ ഞാനോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ എന്താ നീ പറഞ്ഞിട്ടല്ലേ പോയതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മനസ്സിലിങ്ങനെ അശ്വിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു, പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അവൾ പോകുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ രണ്ടുപേരും അങ്ങനെ വഴക്കിട്ട് പോയതാണ് എന്നുള്ളത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് വീട്ടിലേക്ക് പൊക്കോളാനായിട്ട്. അപ്പോൾ മനോരമ പറയുകയാണ്, അവൾ വെറുതെ പോയതല്ലല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അത്ര എടുത്തടിച്ച് അതായത് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത് വിവാഹം കഴിച്ചതെന്ന് അതിൻ്റെ റീസൺ പറയാൻ വേണ്ടിയിട്ടാണ് അവൾ വീട്ടിലേക്ക് പോയതെന്ന് പറയും കേട്ടോ. പക്ഷേ ഒന്ന് ഞെട്ടാണ്, ഇവൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയിട്ടുള്ളതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ റീസൺ അവളെ വീട്ടുകാർക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഞങ്ങൾക്കും അതറിയണം, നീ അത് ഞങ്ങളോട് തുറന്ന് പറയണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള നേരമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അശ്വിൻ അവിടെ നിന്ന് പോകാൻ കേട്ടോ. ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർ അന്നത്തെ അതേ പ്രതികരണമായിട്ട് തന്നെ നിൽക്കട്ടോ. അമ്മായും അതുപോലെ തന്നെ അമ്മയും കൂടിയിട്ട് പറയാണ് കേട്ടോ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നീ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, നീ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അമ്മായിനോട് ശ്രുതി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ അറിയേണ്ടത്, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ അന്നൊരു വിവാഹം കഴിച്ചതെന്നല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, അത് ഞാൻ തന്നെ പറഞ്ഞു തരാം, ഞാനല്ല അത് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താ നീ അത് ഉത്തരം കൊണ്ട് വന്നിട്ടുള്ളതാണെന്നൊക്കെ അമ്മായി ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ ഉത്തരം കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഒരാൾ വരും ഇങ്ങോട്ട്, ഞാൻ 5 എണ്ണും വരലിൽ ആ 5 എണ്ണിനുള്ളിൽ ഇപ്പോൾ ഒരാൾ വന്ന് നിൽക്കുമെന്ന് പറയാൻ കേട്ടോ. ശ്രുതിക്ക് അറിയാം അശ്വിൻ ശ്രുതിനെ തേടി വരുന്നുള്ള കാര്യം. അങ്ങനെ ശ്രുതി ഇങ്ങനെ കയ്യിൽ എണ്ണാൻ കേട്ടോ, 1 2 3 4 5 എണ്ണുമ്പോഴേക്കും കോണിമ്പല്ലടിക്കും കേട്ടോ. അപ്പം അമ്മായി വേഗം തന്നെ പുറത്ത് ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ ചിരിച്ച് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ അമ്മായും അതുപോലെ തന്നെ പ്രമീളയും അകത്തേക്ക് വായോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നതേ വന്നില്ലേ, ഇനി നിങ്ങൾ തന്നെ ഈ മനുഷ്യനോട് നേരിട്ട് ചോദിച്ചോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ള കാര്യം എന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട്, ശരിയാണോ മോനെ ഇവൾ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഇന്ന് അശ്വിൻ ഞങ്ങളോട് പറയുന്നതാണ് ഇവൾ പറയുന്നത്, അത് സത്യമാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്കൊരു ചായ വേണം അമ്മായി എന്ന് പറയാൻ കേട്ടോ. ചായ അതിനെന്താ മോനെ ഞാൻ ഇട്ട് തരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മായി അവിടെ നിൽക്കുക, അമ്മായി പോവല്ലേ, ശ്രുതി ഇട്ടേ എന്ന് പറയട്ടോ. ശ്രുതി എന്ന് നോക്കാൻ കേട്ടോ, നീ പോയിട്ട് ഒരു ചായ ഇട്ടിട്ടോ, ശ്രുതി ചെല്ല് എന്ന് പറയട്ടോ. അങ്ങനെ ശ്രുതി ഇങ്ങനെ എന്താണ് ഉദ്ദേശം എന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതി ചായ ഇടാനായിട്ട് പോകാൻ കേട്ടോ. അങ്ങനെ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അശ്വിനും കൂടി കിച്ചണിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ശ്രുതി ചായ ഇട്ടിങ്ങാണ്ട് കൈ കൊടുക്കുകയാണ്. അത് അശ്വിൻ ഇങ്ങനെ വാങ്ങിച്ചിട്ട് താഴെ തന്നെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അശ്വിൻ പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വീട്ടിലേക്ക് വായും, ഞാനിവിടെ ഒരാളോടും ഒരു റീസണും പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ വിളിച്ചാലൊന്നും ഞാനിനി വരാൻ പോകുന്നില്ല, ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കും, ആ കാരണം ഇവരോട് ബോധ്യപ്പെടുത്താതെ ഇനി ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ശ്രുതി നീ തമാശ കളിക്കരുത്, നീ എന്തായാലും ഇപ്പം എൻ്റെ കൂടെ വരണം എന്ന് പറയണില്ല, ഞാൻ വരില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കേട്ടോ. എന്നാൽ പിന്നെ നീ അനുഭവിച്ച് തന്നെ അറിയുള്ളൂ, എന്തായാലും ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നീ നശിക്കുന്നത് നിൻ്റെ ചേച്ചിയുടെ ജീവിതമാണ്, അത് നീ ഓർക്കണം കേട്ടോ എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ വരില്ല, എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിന് ഒരു കുഴപ്പം പറ്റില്ല, ആകാശ് സാറ് സ്നേഹമുള്ള ആളാണ്, ചേച്ചി വിവാഹം കഴിച്ചതാണ് എൻ്റെ ചേച്ചിയെ സംരക്ഷിക്കാനായിട്ട്, ആകാശ് സാറിന് അറിയാം എൻ്റെ ചേച്ചിനെ അങ്ങനെ ഉപേക്ഷിച്ച് കളിയൊന്നുമില്ല എന്ന് പറയട്ടോ. അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതനുസരിക്കുള്ളൂ എന്നൊക്കെ പറയട്ടോ. ഞാൻ പറഞ്ഞാൽ അവൻ അതേപടി അനുസരിക്കും, നിൻ്റെ തോന്നലാണ് ആകാശ് പ്രീതിനെ എല്ലാ കാലവും സംരക്ഷിക്കുന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ എന്തായാലും നിങ്ങളെ കൂടെ വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ.
അങ്ങനെ അശ്വിനുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോയതിന് ശേഷം ശ്രുതി എന്നുണ്ടെങ്കിൽ ശ്രുതിക്കൊരു ഒരു കവർ വരികയാണ് കേട്ടോ. ഒരു കവർ ഇങ്ങനെ ഒരു കൊറിയർ പോലെ ഒരു കവർ ശ്രുതിക്ക് വരികയാണ്. ആ സമയത്ത് ശ്രുതി അത് പൊട്ടിച്ച് നോക്കുമ്പോൾ ആകാശിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രീതിയുടെയും ഡിവോഴ്സ് നോട്ടീസാണ് കേട്ടോ. അപ്പോൾ അശ്വിനാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശ്രുതി തുറന്ന് നോക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകും. എന്തത് എന്ന് ആലോചിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കൂട്ടോ. പക്ഷെ അതിൽ ആകാശ് സൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ കൊണ്ടുവന്ന പയ്യനിങ്ങനെ ഫോൺ കൊടുക്കൂട്ടോ. അതേ സാറ് ആരാണ് തന്നതെന്ന് ചോദിക്കുമ്പോൾ സാറ് പറയാൻ പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുക. അപ്പോൾ ഫോൺ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അശ്വിനാണ് കേട്ടോ. ഇപ്പോൾ അതേ നിനക്ക് കിട്ടിയില്ലേ ഡിവോഴ്സ് നോട്ടീസ്, ഇനി അതിൽ ആകാശം ഒപ്പിടും. അത് ഒപ്പിടിക്കാനായിട്ട് എനിക്ക് നിമിഷം നേരം മതി. ഇപ്പം ഞാൻ നിനക്കത് അയച്ചെന്നുള്ളൂ. അതിൽ ആകാശം ഇതുവരെ ഒപ്പിട്ടിട്ടില്ല, പക്ഷെ ഒപ്പിടും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറയും കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ എനിക്ക് വിശ്വാസമാവില്ല, ഞാൻ എന്തായാലും നിങ്ങൾ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. ശരി നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ശ്രുതി ആകാശിനെ വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ആകാശിനെ വിളിച്ച് നോക്കിയിട്ട് ആകാശ് ഫോൺ എടുക്കുന്നില്ല കേട്ടോ. കുറേ തവണ വിളിച്ച് നോക്കിയിട്ടും ആകാശ് ഫോൺ എടുക്കാതാവുമ്പോൾ ശ്രുതിക്ക് ടെൻഷൻ ഔട്ടാണ്. ഇനിയിപ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണോ, ഇനിയിപ്പോൾ ഉപേക്ഷിക്കാന്നുള്ള തീരുമാനം എടുത്തോ, എന്താണ് സംഭവിച്ചത്, എന്താണ് നടക്കുന്നതെന്നൊന്നും ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ശ്രുതി വേഗം തന്നെ ഓഫീസിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ട് രസകരമായിട്ടുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.